الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളുമെല്ലാം ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹത്തായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സഹോദരിമാര് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇരു വീട്ടിലും ഖൈറായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ടത്തെ പോലെയല്ല സാഹചര്യങ്ങൾ. പണ്ടൊക്കെ നേരം വെളുത്താൽ വൈകുന്നേരം വരെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ നേരം വെളുക്കുന്നു, ചായ കുടിച്ച് അധികം താമസിക്കാതെ ഉച്ചയാവുന്നു, വൈകുന്നേരമാകുന്നു. പെട്ടെന്ന് കാലം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നത് പോലെ വർഷങ്ങൾ മാസങ്ങൾ പോലെയും മാസങ്ങൾ ആഴ്ചകൾ പോലെയും ആഴ്ചകൾ ദിവസങ്ങൾ പോലെയും ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെയും മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെയും മിനിറ്റുകൾ സെക്കൻഡുകൾ പോലെയും മനുഷ്യന് തോന്നുന്ന കാലം. സമയത്തിന് ഒരു തുള്ളി വില കൽപ്പിക്കാത്ത കാലം. അടുത്ത ഒരു നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയി വീട്ടിലേക്ക് എത്തുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്നും പ്രവർത്തിക്കുമെന്നും കഴിക്കുമെന്നും ചെല്ലുമെന്നും എല്ലാം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ ഇങ്ങനെ വന്ന് ഇരിക്കണമെന്നും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ തീരുമാനത്തിന് മുന്നിൽ അതിന്റെ മുകളിൽ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്. ലില്ലാഹി ഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറുഹു ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ തീരുമാനിക്കും പോലെ അല്ല കാര്യങ്ങൾ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും നമ്മൾ തീരുമാനിക്കും പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെല്ലാരും കോടീശ്വരന്മാരായ, എല്ലാവർക്കും സമ്പത്തിനോടാണ് ആഗ്രഹം. എത്ര കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ മുന്നേയുള്ള തലമുറകളെല്ലാം നശിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആദ് സമൂഹവും അതുപോലെ മൂസാ നബിയുടെ ബനു ഇസ്രായേൽ, ഇങ്ങനെ ഓരോ സമുദായക്കാരും നശിക്കാൻ ഓരോ കാരണമുണ്ടായിരുന്നു. ഈ ഉമ്മത്ത് നശിക്കാനുള്ള കാരണം അൽ മാലു, അത് സമ്പത്താണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്ത് നശിച്ചു പോകാൻ കാരണം ഈ ഉമ്മത്തിന്റെ സമ്പത്താണ്. സമ്പത്തിന്റെ പേരിൽ മനുഷ്യൻ ഇങ്ങനെ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിലയില്ല. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ഭയങ്കര ബഹുമാനവും പേടിയും അല്ലെ. എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് നമ്മൾ പോയി ഉപ്പാനോട് പറയാൻ പേടിയാ, ഉമ്മാനോട് പറയുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. മദ്രസ വിട്ട് വീട്ടിൽ ചെന്ന വാപ്പ ഉമ്മറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പുറകോടെ പോവുള്ളൂ. വീടിന്റെ പുറകോടെ നമ്മൾ പോവുള്ളൂ. വാപ്പിച്ച് മുമ്പിലിരിക്കണോണ്ട്. ഇപ്പോഴത്തെ പിള്ളേര് വാപ്പ മക്കളെ കാണുമ്പോ വാപ്പ എണിച്ച് വേഗം അടുക്കളയിൽ പൊക്കോളണം.
അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പൊ. പണ്ട് നമ്മുടെ മക്കള് എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുക്കൂല. പേടിയാണ് മക്കൾക്ക്. ഒരു പെരുന്നാളിനൊരു പടക്കം മേടിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോലും പേടിയാണ് മക്കൾക്ക്, പേടിയാണ്. ഇപ്പൊ അങ്ങനെയല്ല, വാപ്പാടെ സമ്മതൊന്നും വേണ്ട. എന്ത് സാധനം ഇതിനകത്ത് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ അതുപോലെ കുറച്ച് ആപ്പുകളുണ്ട്. ആ ആപ്പിലൂടെ ഓർഡർ ചെയ്താൽ വീടിന്റെ ഡോറിൽ വന്ന് ബെല്ലടിക്കോ മുട്ടോ ചെയ്ത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ സാധനം പൊതിയായിട്ട് അവിടെ കൊണ്ടുപോയി. ബിരിയാണിയോ ഭക്ഷണോ എന്ത് വേണ്ട, ഉമ്മായും വാപ്പായും ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഓർഡർ ചെയ്യാം. വീട്ടിലിരുന്നോണ്ട് ഓർഡർ ചെയ്യാം. എന്നും പെരുന്നാളാണ്. പണ്ട് ഒരു പെരുന്നാളിനാണ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്നും കുഴിമന്തി. അതുകൊണ്ട് പെരുന്നാളിനൊന്നും വലിയ പ്രാധാന്യമില്ല. പ്രധാനപ്പെട്ട ദിവസങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. കാരണം എന്നും 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കൂടി അല്ലെങ്കിൽ ഞായറാഴ്ച എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസം ഇന്ന് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം, അല്ലെ ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് വെക്കാം. ഇങ്ങനെ എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടോ ഓർഡർ ചെയ്യുന്നത് കൊണ്ടോ ആഘോഷങ്ങൾ നമ്മളിലേക്ക് വരുമ്പോ അതിനകത്ത് എല്ലാവരും ധരിച്ചിരിക്കുന്നത് 2 വീശലാണ് ആഘോഷം. 2 വീശിയാലാണ് ഒരു ആഘോഷം. ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്ക് എന്താണ്? ഊതണ്ട മോനെ നീ പറ എത്രണ്ണം അടിച്ചു. ചോദിക്കണ കൊച്ചു കുട്ടികൾ, ഇച്ചിരേ ഇല്ലാത്ത കൊച്ചു കുട്ടികൾ മദ്രസയിൽ വന്നിട്ട് പറയണേ ഊതണ്ട മോനെ നീ പറ എത്രണ്ണം അടിച്ചു. കൊച്ചു പിള്ളേര് വന്നിട്ട് ചോദിക്കണേ മദ്രസയിൽ വന്നിട്ട്. എന്താണിത്? അപ്പൊ ഇവര് വിചാരിച്ചിരിക്കണ ഇത് അല്ലേ? ശരിയല്ലേ? ഇവര് ഉസ്താദന്മാരോട് പണ്ട് ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വലദ്ദാലീൻ ആമീൻ. അപ്പൊ എന്താന്ന് വെച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് ചോദിക്കുക അയാള്, ഉസ്താദ് വീശിയിട്ടുണ്ടോ? അപ്പൊ ഭൂലോക കള്ളു കുടിച്ച് മത്തായി കിടക്കണ ഒരാളുടെ അടുത്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ പറയാ വലദ്ദാലീൻ ആമീൻ. എന്നിട്ട് ചോദിക്കുക ഉസ്താദ് എത്രണ്ണം അടിച്ചാണ്? അപ്പൊ ഇങ്ങനെ പണ്ട് കാലം പോലെയല്ല. ഒരു ആഘോഷം വരുമ്പോ ഇപ്പൊ നമ്മുടെ റജബ് മാസം വന്നു. ഇനി റജബ് 27 ബറാത്ത് രാവൊക്കെ വരുമ്പോ നമ്മുടെ വീട്ടിൽ ഉമ്മായും അപ്പായും ആ അലമാരിയും കട്ടലും കിടക്കയും ബെഡും എല്ലാം പുറത്തേക്ക് എടുത്ത് ആ കഴുകി നല്ലപോലെ തേരത്തിന്റെ ഇലയൊക്കെ ഇട്ട്, അങ്ങനെയല്ലേ ഇവിടെ പറയണേ, ആ ഇരയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി വീട്ടില് നോമ്പിന് മുമ്പ് എല്ലാ സംഗതികളും പൊടി തട്ടി നല്ല ഭംഗിയായിട്ട് ഇരുന്ന് ബറാത്തിന്റെ അന്ന് പണ്ട് തേക്കലയില് പൊതിഞ്ഞുകൊണ്ടുവന്ന ആ ഇറച്ചി നുറുക്കി പത്തിരി ഇറച്ചിയുടെ മണം ഒരു 3 മണിയാവുമ്പോ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വന്നാൽ അതിന്റെ സ്വാദും അതിന്റെ ഒരു പവിത്രതയും എന്തൊരു നല്ല കാലമായിരുന്നു പണ്ട്. അങ്ങനെയാണോ? എന്നും ബിരിയാണി, എന്നും നല്ല ഫുഡുകളാ മനുഷ്യന്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയായി പോണത്? സമ്പത്തിനോടുള്ള മനുഷ്യന്റെ അത്യാഗ്രഹമാണ്. സമ്പത്തിനോടുള്ള നിന്റെ അത്യാഗ്രഹം ഭൗതിക ലോകത്തെ നിന്നെ നശിപ്പിക്കാൻ അത് കാരണമാകും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. നിന്റെ സമ്പത്തും നിന്റെ മക്കളും അത് സീനത്തുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിന്റെ സമ്പത്ത് എത്ര നീ സമ്പാദിച്ചാലും എത്ര ശേഖരിച്ചാലും എത്ര മുതലുകൾ നീ സൂക്ഷിച്ചു വെച്ചാലും അൽ മാലു നിന്റെ മുതലും അൽ ബനൂന നിന്റെ മക്കളോ സീനത്തുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ലോകത്തെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ, അതായത് നീ ചെയ്യുന്ന നന്മകൾ മാത്രമാണ്, നീ ചെയ്യുന്ന ദിക്റുകൾ മാത്രമാണ്, നീ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറുകൾ മാത്രമാണ്. നിനക്ക് ആഫിയത്തും ആരോഗ്യവും ഉള്ളപ്പോ നീ ചെയ്ത നന്മകളാണ് പാരത്രിക ലോകത്ത് നിനക്ക് കൂട്ടായി എത്തുന്നത്. എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബഹുമാനം. പ്രായം ചെന്നവരെ കാണുമ്പോ ഒരു ബഹുമാനമില്ല. നബി തങ്ങളുടെ കാലത്തും ഇങ്ങനെ ഉണ്ടായി.
പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായി. ഇപ്പൊ കൊച്ചുകുട്ടികളോടൊക്കെ എന്തെങ്കിലും പറയുമ്പോ നോക്കിയും കണ്ടും പറയണം. പണ്ടൊരു കാരണവർ ബസ്സിലേക്ക് കയറിയാൽ അവിടെ ഉണ്ടായിരുന്ന മക്കളാ ഇരിക്കുകയാണെങ്കിൽ അവരെല്ലാവരും എഴുന്നേറ്റ് കൊടുക്കും. ഒരു ഗർഭിണി വണ്ടിയിൽ കയറിയാൽ, ഒരു പ്രായാധിക്യം ചെന്ന ഒരു വൃദ്ധ വണ്ടിയിൽ കയറിയാൽ അവർക്കെല്ലാം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ വലിയവരെ കാണുമ്പോൾ പുച്ഛമാണ്, അവരെ ആക്ഷേപിക്കലാണ്, അവരെ പരിഹസിക്കലാണ്. മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരു കാലം വന്നാൽ അത് നിങ്ങൾക്ക് ഗുരുതരമായ വീഴ്ച പറ്റുന്ന കാലമാണ്. നബി തങ്ങളുടെ സമയത്ത് ഒരു സദസ്സിലേക്ക് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല ജാഅ ശൈഖുൻ യുരീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്, ഒരു ശൈഖാണ്, പ്രായം ചെന്ന ആളാണ്, യുരീദു നബിയ, നബിയുടെ അടുക്കലേക്ക് എത്തണമെന്ന നെയ്യത്തോടു കൂടിയാണ് വന്നത്. അങ്ങനെ ഫഅബതൽ ഖൗമു അൻഹു അയ്യുസഉ ലഹു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോ എന്റെ അടുക്കലേക്ക് ഒരു പ്രായം വന്ന ഒരാളിങ്ങനെ കടന്നു വരുന്നത് കണ്ട് ഇവിടെ ഇരുന്ന പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സ്ഥലം കൊടുക്കാതെ ഇങ്ങനെ തിക്കി അങ്ങോട്ട് ഇരുന്നു. സഹാബികൾ എന്ത് ചെയ്തു? ഈ സഹാബി വന്നപ്പോ സഹാബികൾ എല്ലാരും കൂടി ഇങ്ങനെ വന്ന ആൾക്ക് സ്ഥലം കൊടുക്കാതെ ഇങ്ങനെ നീങ്ങിയിരിക്കാതെ, ഈ പിള്ളേര് മദ്രസയിൽ വന്ന് നോക്കി അറിയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുണ്ടാക്കും ബെഞ്ചില്. അപ്പൊ ഇങ്ങനെ വന്ന സഹാബിക്ക്, വന്ന പ്രായം ചെന്ന മനുഷ്യന് സ്ഥലം കൊടുക്കാതെ അവരിങ്ങനെ ഒരു വിമുഖത കാണിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ, എന്നിൽ പെട്ടവനല്ല, മല്ലം യർഹം സഗീറനാ, കുട്ടികളോട് കരുണ കാണിക്കാത്തവനെ എന്നിൽ പെട്ടവനല്ല, വയുവക്കിറ കബീറനാ, പ്രായം ചെന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല. ശഫീഉനാ റസൂലുള്ളാഹി, പ്രായം ചെന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കരുണ കാണിക്കാത്തവനും എണ്ണിപ്പെട്ടവനല്ല. പ്രായമുള്ളവരും കുട്ടികളും ഈ ലോകത്തുള്ളത് കൊണ്ടാണ് അല്ലാഹു ഈ ദുനിയാവ് നശിപ്പിക്കാതിരിക്കുന്നത്. യുവാക്കൾ മൊത്തം കുറ്റകൃത്യങ്ങളിലാണ്, യുവാക്കൾ മൊത്തം ലഹരിയിലാണ്, യുവാക്കൾ മൊത്തം വിനോദത്തിലാണ്. ഈ ഭൂമി അല്ലാഹു തആല നശിപ്പിക്കാതിരിക്കുന്നത് പ്രായം ചെന്ന മനുഷ്യരുള്ളത് കൊണ്ടാണ്, കൊച്ചുകുട്ടികളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കണം, കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണം. കൊച്ചുകുട്ടിയുടെ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞിന്റെ വായിൽ നിന്ന് വരുന്ന ആ ഒരു തുപ്പുനീര്, അതിന്റെ ഒരു വാസന, എത്ര ഉറക്കത്തിൽ നിന്ന് ആ കുഞ്ഞുമാവ് എഴുന്നേറ്റാലും അതിന്റെ വായെങ്ങനെ നമ്മളൊന്ന് മണത്തു നോക്കണം. എന്താ കാരണം? റീഹുൽ വലദി, കുഞ്ഞിന്റെ വാസന, റീഹും മിനൽ ജന്ന, അത് സ്വർഗീയ വാസനയാണ്. നബി മുഹമ്മദ് മുസ്തഫ. കുട്ടികൾ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉമ്മം കൊടുക്കണം. ഉമ്മം, നമ്മുടെ ചുണ്ടും അവരുടെ ചുണ്ടും അവരുടെ കവിളും അവരുടെ ശരീരമാ സകലം ഒരു 10 വയസ്സിന് താഴെ വരെ ഉമ്മ കൊടുക്കണം. ഞാൻ എന്റെ കുഞ്ഞിന് ഇന്ന് ഉമ്മ കൊടുത്തു, അവൻ തൂത്ത് കളഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോയപ്പോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, വാപ്പിക്ക് ഒരു ഉമ്മൻ താട്ട ഉമ്മ കൊടുത്തപ്പോൾ അവൻ ഉമ്മ തൂത്ത് കളഞ്ഞു. 5 വയസ്സായിട്ടുള്ളൂ. നീ എന്താണ് ഉമ്മൻ തൂത്ത് കളയണേ? എനിക്ക് ഇഷ്ടമല്ല. മക്കൾ ഇങ്ങനെയാണ്. കൊച്ചുകുട്ടികളുടെ അവരുടെ വാസന റീഹുൽ വലദി, റീഹും മിനൽ ജന്ന, ശഫീഉനാ റസൂലുള്ളാഹി.
കുട്ടികളുടെ വാസന അത് സ്വർഗത്തിന്റെ വാസനയാണ്. കുട്ടികളുടെ വാസന അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണേ. തീർന്നില്ല, പറഞ്ഞു നബി തങ്ങൾ പറയുന്നു, വയഅ്മുറു ബിൽ മഅറൂഫ് വയൻഹാ അനിൽ മുൻകർ. കുട്ടികളോട് നിങ്ങൾ മുതിർന്നവർ അവരോട് നന്മ കൽപ്പിക്കണം, നല്ലത് കൽപ്പിക്കണം. വയൻഹാ അനിൽ മുൻകരി, വെറുക്കപ്പെടുന്നത് കണ്ടാൽ നിങ്ങൾ അവനെ തടയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും സാരല്ല പോട്ടെ, മക്കളല്ലേ, സാരല്ല പോട്ടെ, കുട്ടികളല്ലേ, വിട്ടുകളയാൻ പാടില്ല. നല്ലത് അവനോട് പറയണം, മോശമാണെങ്കിൽ അവനോട് ഇനി മേലാൽ അത് ചെയ്യരുതെന്ന് പറയണം. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ആതാകും കബീറു ഖൗമീൻ, ഒരു നാടിന്റെ മുതിർന്നവർ, അതായത് മൂപ്പനായ ആൾ, മുതിർന്ന ആൾ, പ്രായം ചെന്ന ആൾ നിങ്ങളിലേക്ക് വന്നാൽ ഫാക്കിരിമൂഹു, അവനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വളർന്നു വരുന്ന തലമുറകൾക്ക് മാതാപിതാക്കളോട് അവർക്ക് പ്രതിബദ്ധതയില്ല. മാതാപിതാക്കൾ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. സഹോദരങ്ങൾ എങ്ങനെ പട്ടിണി കിടന്നാലും അവർക്ക് പ്രശ്നമല്ല. അവർ ആഗ്രഹിച്ചതെന്തോ അത് നടക്കണം, അത് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള ചിന്തയാണ്. മദ്യത്തിന് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടി, മൊബൈലിന് വേണ്ടി, പല വിധത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി എത്ര ചെലവഴിച്ചിട്ടാണെങ്കിലും, ആരെല്ലാം കൊന്നിട്ടാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ് അവരുടെ ചിന്ത. ഒരിക്കലും ചെയ്യല്ലേ മോനെ, മാതാപിതാക്കളെ ബഹുമാനിക്കണേ, പ്രായം ചെന്നവരെ ബഹുമാനിക്കണേ, നിന്റെ സഹോദരങ്ങളെ നീ ബഹുമാനിക്കണേ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. അവർ പ്രായാധിക്യം ചെന്നവരാണെങ്കിൽ അവരെ നീ സഹായിക്കണേ. സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ അവരെ നീ സഹായിക്കണേ. ശാരീരികമായി വയ്യാത്തവരാണെങ്കിൽ അവരുടെ മലമൂത്ര വിസർജനത്തിന് അവരെ നീ കൈപിടിച്ചുകൊണ്ട് സഹായിക്കണേ മോനെ. നീയും പ്രായമാകും, ഞാനും പ്രായമാകും. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകുന്നത് വാർദ്ധക്യത്തിലേക്കാണ്. നമ്മളെല്ലാം പോകുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത വാർദ്ധക്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വക്കീലാൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ദഖല മറത്തൽ മസ്ജിദി ഫവജദ ഫിൽ മസ്ജിദി റജുലൻ കബീറൻ സിന്നി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബ്ദുൽ മലിക് എന്ന സഹാബി പറയുന്നു, ദഖല മറത്തൽ മസ്ജിദി, ഒരു പള്ളിയുടെ മുറ്റത്ത് ഞാൻ ചെന്നു. ഫവജദ ഫിൽ മസ്ജിദി റജുലൻ കബീറ സിന്നി, പ്രായാധിക്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. ഫസല്ലമ അലൈഹി, അങ്ങനെ ഞാൻ അയാളോട് സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ ഫുലാൻ തഹിബ്ബു അൻ തമൂത, പ്രായം കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, മരിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? പ്രായമുള്ള ആള് പള്ളിയിലിരിക്കുക, പള്ളിയിൽ ചെന്നപ്പോ അയാളോട് ചുമ്മാ ചോദിച്ചു, മരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചുമ്മാ ഒന്ന് ചോദിച്ചു. അയാൾ പറയുന്നു, പ്രായാധിക്യം കൊണ്ട് വളരെ കൈകാലുകൾ പ്രയാസത്തിലാണ് അയാൾ ഉയർത്തുന്നത്. അയാളോടാണ് ചോദിച്ചത്, തുഹിബ്ബു അൻ തമൂത, അല്ലയോ ബഹുമാനമുള്ളവരെ, അങ്ങേക്ക് മരിക്കാൻ ഇഷ്ടമാണോ? നമ്മളെന്തു പറയോ? നമുക്ക് മരിക്കണേ, നമുക്ക് ആർക്കെങ്കിലും മരിക്കണേന് വല്ല പേടിയുണ്ടോ? നമുക്ക് ആർക്കും മരിക്കണേന് ഒരു പേടിയില്ല. നമ്മൾ മരിച്ച നമ്മുടെ മക്കൾ എത്തിമാവൂലോ എന്ന് ഓർത്തിട്ടാ നമുക്ക് പേടി. നമ്മുടെ ഭാര്യ വിധവയാകുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് പേടി. മരിക്കാൻ നമുക്ക് പേടിയുണ്ടോ? നമുക്ക് ആർക്കും പേടിയില്ല. അയാള് പറഞ്ഞെന്താ? ആ പ്രായാധിക്യം ചെന്ന മനുഷ്യൻ പറഞ്ഞു, ലാ, എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമില്ല.
ചോദിച്ചു വലിമ, ഇത്രയും പ്രായം 100 വയസ്സായല്ലോ മോനെ, ഇത്രയും പ്രായമായിട്ടും എന്താ മോൻ നിസ്കരിക്കാതായി, മരിക്കാൻ എന്താ ആഗ്രഹമില്ലാത്ത? കാലൽ മുസിന്നോ, പ്രായം ചെന്ന ആള് പറഞ്ഞു, എന്റെ യുവത്വവും ആ യുവത്വത്തിന്റെ ഷർറുകളും എന്നിൽ നിന്നും പോയിരിക്കുന്നു. എന്റെ യുവത്വവും അതിന്റെ ഷർറുകളും അതിൽ നിന്നും ഉണ്ടായി വരുന്ന കുറ്റങ്ങളും തിന്മകളെല്ലാം എന്നിൽ നിന്നും പോയിരിക്കുന്നു. വജാഅൽ കിബറു വഖൈറുഹു, പ്രായാധിക്യവും അതിന്റെ നന്മകളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടോ കാരണം പറഞ്ഞു, ഫാന, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? ഫാന ഇദൻ കുംതു ഖുൽതു ബിസ്മില്ലാഹ്. എന്താ അതിന് കാരണം? എന്റെ യുവത്വവും അതിന്റെ തിന്മകളും എന്നിൽ നിന്നും കഴിഞ്ഞുപോയി, എന്റെ പ്രായാധിക്യവും അതിന്റെ നന്മകളും കടന്നു വന്നു എന്ന് പറയാനുള്ള കാരണം കുംതു ഖുൽതു ബിസ്മില്ലാഹ്. ഇരുന്നയിടത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റാൽ ഞാൻ അറിയാതെ പറയും ബിസ്മില്ലാഹ്. ഇരുന്നയിടത്ത് നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ അത്രയും പ്രയാസപ്പെട്ട ഞാൻ എഴുന്നേൽക്കണത്. വയസ്സായി നടുവൊന്നും വളയാതെ തിരിയാതെ നിലത്ത് നിന്ന് ഞാൻ ഉയരുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്റെ ഏതൊരു എഴുന്നേറ്റത്തിലും ഏതൊരു നിൽക്കുന്നതിലും ഏതൊരു ഉയർച്ചയിലും ഞാൻ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദാ ഖഅത്ത, ഇനി ഞാൻ ഇരുന്നാലോ ഖുൽതു അൽഹംദുലില്ലാഹ്. ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചെന്നിരുന്നാൽ ഇരിക്കണ സമയത്ത് ഞാൻ പറയും അൽഹംദുലില്ലാഹ്, ഇങ്ങനെ പറയും. അതുകൊണ്ട് ഫാന ഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അൻയബ്കാലി ഹാദാ ഹറകാത്ത് സകനാത്തില് അല്ല എന്നുള്ള ചിന്തയാണ്. എന്റെ ഓരോ ഉയർച്ചയിലും ഞാൻ ബിസ്മില്ല പറയോ, എന്റെ ഓരോ ഇരുത്തത്തിലും ഞാൻ പറയുന്നത് അൽഹംദുലില്ലയാണ്. ഇങ്ങനെ ഒരു കാലമായതുകൊണ്ട് ഇതിങ്ങനെ എത്രയോ ദീർഘത്തില് എത്ര നാള് വരെ ഇങ്ങനെ പോയാലും ഇതെന്റെ ഒരു ആഗ്രഹമാണെന്ന് ആ സഹോദരൻ പറഞ്ഞു. എന്നാ ഏതെങ്കിലും യുവാക്കള് ഇരുന്ന് കഴിഞ്ഞാ അൽഹംദുലില്ലാഹ് എന്ന് പറയോ? കാരണം അവന്റെ കൈകാലുകളൊക്കെ നല്ല റബ്ബർ പോലെ ഇരിക്കണേ, ഒരു കുഴപ്പമില്ല അല്ലേ? കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ മറ്റേ പെട്ടമ്മാവടി മൊയ്തീക്കാനൊക്കെ ഇത്രയും നേരം നിലത്തിരുന്നിട്ട് പറ്റൂലാണ്ടായി പാവം പോയിരിക്കണു. കാലും കൈയൊക്കെ വേദനയാണ്. ഓരോ ഉയർച്ചയിലും പറയും അൽഹംദുലില്ലാഹ്, ഇരിക്കുമ്പോഴും പറയും ബിസ്മില്ലാഹ്. ഇങ്ങനെയുള്ള ഒരു കാലം ഇത് തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിങ്ങനെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളിൽ നരബാധിച്ചവരെ നിങ്ങൾ ബഹുമാനിക്കണം. നരബാധിച്ച മുസ്ലിമിനെ അല്ലാഹു തആല ബഹുമാനിച്ചിരിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ആരും നരയൊന്നുമില്ല. എത്ര പ്രായം ചെന്ന ആൾക്കാരുടെ താടി മുടിയൊക്കെ നല്ല കറുത്തായിരിക്കണം. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ ആ മീശയുടെ മുരട് മാത്രം ഇങ്ങനെ വെളുത്തിരിക്കും. കാരണം എന്താ? പെയിന്റ് അടിച്ചേക്കാറുണ്ട്. 2-3 ദിവസം കഴിയുമ്പോ ആ മീശയുടെ മുരട് മാത്രം ഇങ്ങനെ വെളുത്തിരിക്കും. പാടില്ല, നിഷിദ്ധമാണ്, ഹറാമാണ്. മരിച്ചാൽ മയ്യത്ത് നിസ്കാരം പോലും അവന് കിട്ടുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റാണ് മീശയും താടിയും കറുപ്പിക്കല്. അങ്ങനെ മീശയും താടിയും കറുപ്പിച്ചാൽ ഒരു മനുഷ്യൻ എത്ര വലിയ കള്ളുകൂടിയനായാലും ഹറാമായാലും സബൂൽ മൂവിക്കാത്ത് ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും അവൻ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോണ സമയത്ത് പള്ളി കൊണ്ടുവന്നിട്ടുള്ള മയ്യത്ത് നിസ്കാരവും അവന്റെ ദുആയും ഈ നിസ്കാരം എല്ലാം കൂടി 40 പേരെങ്ങാനും നിസ്കരിച്ചാൽ അവന് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ്ഗം നിർബന്ധമായി. ശഫീഉനാ റസൂലുള്ളാഹി. എന്നാലോ
മുടി കറുപ്പിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കറുപ്പിച്ച് പെയിന്റ് ഒക്കെ അടിച്ച് തലമുടിയും കറുപ്പിച്ച് നല്ല പാന്റും കോട്ടും യുവാക്കളെ പോലെ തിരിപോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നവനാ. മരിച്ചാൽ അവന്റെ ശരീരത്തിലൂടെ അവനെ കുളിപ്പിക്കുന്ന മയ്യത്ത് നിസ്കാരം ശരിയാവില്ല. അവിടം മുതൽ തുടങ്ങും. അവന്റെ മയ്യത്ത് നിസ്കാരം ശരിയാവില്ല. അവന്റെ മയ്യത്ത് കുളിപ്പിച്ചതും കഫൻ ചെയ്തതും ശരിയാവാതെ വന്നാൽ അവന്റെ നിസ്കാരം ശരിയാവൂല. ഖബറിൽ അവൻ ചെല്ലുമ്പോൾ മരിച്ചിട്ട് ചത്തവനെ പോലെ കുഴിച്ചിട്ടതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, നരബാധിച്ച മുസ്ലിമിനെ കണ്ടാൽ അവനെ നീ ബഹുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മുതിർന്നവരായ ആളുകൾ അവരെ താഴെയുള്ളവരെ ബഹുമാനാണ് അവരോട് ഉപദേശിക്കണം. കുട്ടികളാണെങ്കിൽ അവരോട് ഉപദേശിക്കണം. ഭാര്യയാണെങ്കിൽ അവളോട് നീ ഉപദേശിക്കണം. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നീ ഭരണകർത്താവാണ്. നിന്റെ ഭരണീയരെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഭർത്താവ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭാര്യയെ മുട്ടി വിളിക്കുന്ന ഭർത്താവ് ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ഹൈറായവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു തണുപ്പാണ്, എന്തൊരു തണുപ്പാണ്. തണുപ്പിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭർത്താവ് ബാങ്കിന്റെ ഉത്തരം ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഇസ്മീൻ ചൊല്ലി ഭാര്യയെ വിളിച്ചാൽ ആ ഭാര്യയും കൂടി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ എത്രയോ പ്രതിഫലമാണ് ആ കുടുംബത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് മുതിർന്നവർ താഴെയുള്ളവരെ ഉപദേശിക്കണം. ഒരു സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഉപദേശം വേണ്ടി വരുന്നതാണ്. നബി തങ്ങൾ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഉപദേശം വേണമെങ്കിൽ കൊള്ളാം, വേണ്ടെങ്കിൽ തള്ളാം. ഉപദേശിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് കേൾക്കുന്നവൻ എന്ത് ആലോചന കൊണ്ടായിക്കോട്ടെ. ഇപ്പൊ മക്കളോട് നമ്മൾ മദ്രസയിൽ വരുമ്പോ, സ്കൂളിൽ ചെല്ലുമ്പോ അധ്യാപകർ പറയും പഠിക്കുക. കുറെ അവര് പറഞ്ഞു കഴിയുമ്പോ അവര് ചിന്തിക്കും ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടാവും. നല്ല കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ അവർ നല്ലതുപോലെ പഠിക്കും. അതുകൊണ്ട് മക്കളോട് ഉപദേശിക്കണം. ഹറാമു കണ്ടാൽ അവരോട് നിങ്ങൾ പറയണം. ഇനി നമ്മൾ നബിതങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് ആ തിന്മ തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ തടയണേ. ഒരു തിന്മ കണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടയാൻ പറ്റും. മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലുലുമാളിൽ പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നു, മക്കളായിട്ടാ പോയത്. ഒരു നല്ല കൗതുകമുള്ള ഒരു നല്ല കാറ് കണ്ടപ്പോ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെയും കണ്ടില്ല. പതിയെ എടുത്ത് പോക്കറ്റിലേക്ക് ഇടാൻ നേരത്ത് ഉപ്പാനെ വെറുതെ ഒന്ന് നോക്കി. ഉപ്പ പറഞ്ഞു, അങ്ങനെ കൊന്നുകളയുന്ന വക്കട അവിടെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച്. അപ്പൊ അവന് മനസ്സിലായി, പടച്ചവനെ ഇത് ഞാൻ എടുത്തോണ്ട് വീട്ടിൽ ചെന്ന എന്റെ കബറ് വെട്ടു. അപ്പൊ അതങ്ങനെ വയ്ക്കും. തിന്മ കണ്ടാൽ നമ്മുടെ ശരീരം കൊണ്ട് തടയണം. അതിന് നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞു തടയാൻ നോക്കണം. അതിനും സാധിച്ചില്ലെങ്കിൽ നിന്റെ കൽബ് കൊണ്ട് ആ തിന്മയെ വെറുക്കണേ മോനെ. ശഫീഉനാ റസൂലുള്ളാഹി മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്നവന്റെ ഉദാഹരണം വൽ വാഖി ഫിഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീനത്തിൻ. വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതാണ്, ഒരു കപ്പൽ പോലെയാണ്. ആ കപ്പലിലതാ ഖൗമൻ ഇസ്തഹമു അലാ സഫീനത്തിൻ ഫസാബ ബഅ്ദുഹും അലാഹാ വ ബഅ്ദുഹും അസ്ഫലഹാ. ഒരു സമുദായം നല്ല നിലയിൽ പോകണമെങ്കിൽ, ഒരു സമൂഹം നല്ല നിലയിൽ പോകണമെങ്കിൽ, ഒരു കുടുംബം നല്ല നിലയിൽ പോകണമെങ്കിൽ അതിനകത്തുള്ളവരെല്ലാവരും ഒരാളുടെ കീഴിൽ വളരുന്നവരാകണം, ഒരാളുടെ ഉപദേശം കേൾക്കുന്നവരാകണം. എല്ലാവർക്കും അവിടെ അഭിപ്രായമുണ്ടെങ്കിൽ ഒരേ രീതിയിൽ ആ കപ്പൽ പോകുന്നതല്ല.
മുകളിലുള്ളവർ പറഞ്ഞു അങ്ങോട്ട് പോകട്ടെ, താഴെയുള്ളവർ പറഞ്ഞു ഇങ്ങോട്ട് പോകട്ടെ. അത് ചൊവ്വായ നിലയിൽ ആ കപ്പൽ സഞ്ചരിക്കില്ല. ഈ ഭൂമിയിൽ രണ്ട് അള്ളാഹു ഉണ്ടെങ്കിൽ എങ്ങനെയാകും? ഒരല്ല പറയും അവിടെ മഴ പെയ്യട്ടെ, മറ്റല്ല പറയും ഇവിടെ മഴ പെയ്യരുത്. ഇങ്ങനെ ഇത് മുഹാലാണ്, ഇത് സംഭവ്യമല്ല. ഇതുപോലെയാകണം ഒരു കുടുംബം. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും പരസ്പരം മുതിർന്നവരെ ബഹുമാനിക്കണം, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം, മക്കളെ തിരിക്കാൻ പാടില്ല. സ്നേഹം കൊടുക്കുന്ന വിഷയത്തിലും അവരോട് സമമാകണം എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഉപദേശം അലിയാർ തങ്ങളെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. വളരെ വിഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് കഴിഞ്ഞ ന്യൂ ഇയറിന് വെളിയങ്കോട് ഉമർ ഖാദിയുടെ നാട്ടിലാണ് സംഭവിച്ചത്. വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഏതാണ് വെളിയങ്കോട് ഉമർ ഖാദി? വെളിയങ്കോട് നാട്ടിലെ ഖാദി വിലപ്പെട്ട കേളി മിതാദവനരുളി വിശ്വമെങ്ങും പ്രകീർത്തന മഹാനായി വാഴ്ത്തിടും ഉമർ ഖാദി സല്ലല്ലാഹു എന്ന ബൈത്ത് പാടിത്തെ മറുത്ത് പുകള് പെരുത്ത് ശർഫുൽ ഖൽഖീൻ റൗളതൻ കവാടങ്ങൾ തുറന്നെടുത്തു ഉമർ ഖാദി. അള്ളാന്റെ റസൂലിന്റെ റൗളയുടെ വാതിലുകൾ പോലും എന്താണ് സ്വലാത്ത് ചൊല്ലി ബൈത്ത് ചൊല്ലി തുറന്നെടുത്തതായ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ നിന്ന് ഇന്നൊരു വാർത്ത കേൾക്കാനിടയായി. ന്യൂ ഇയറിന് പൊട്ടിച്ച പടക്കത്തിന്റെ വേസ്റ്റുകൾ ഇങ്ങനെ ടൗണിലൂടെ കിടക്കുന്നത് കണ്ട് ഒരാൾ തുറന്നു നോക്കിയപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ പേജിൽ ഗുണ്ടുകൾ ഉണ്ടാക്കിയതും പടക്കങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ പൂത്തിരി പോലെയുള്ള സാധനങ്ങൾ പൊതിയുന്നതും ഇതെല്ലാം കാണാനിടയായത് പരിശുദ്ധമായ ഖുർആനിന്റെ പേജിലാണ്. അതീവ ഗുരുതരമാണ്. ജപ്പാനാണ് ലോകത്ത് ആദ്യമായി ഖുർആന്റെ പേജ് വലിച്ചു കീറിയ രാജ്യം. ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം അത് വലിച്ചു കീറിയതെന്താ? ഖുർആനാണ്. 1986 ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 13-നും അമേരിക്ക ആദ്യമായി രാസായുധം പ്രയോഗിച്ചത് ഈ ജപ്പാനിലാണ്. എന്താ ജപ്പാനിൽ രാസായുധം പ്രയോഗിച്ചിട്ട് പിന്നെ സംഭവിച്ചത്? പിന്നെ അവിടെ ജനിക്കുന്ന മുഴുവൻ കുട്ടികളും അംഗവൈകല്യം, കണ്ണില്ല, കാതില്ല, ചെവിയില്ല, മൂക്കില്ല. പിന്നെയോ എന്നും ഭൂമി കുലുക്കമാണ്. ലോകത്ത് ഭൂമി കുലുക്കത്തിൽ വാർഷികം ആഘോഷിക്കുന്ന ഒരേ ഒരു രാജ്യം അത് ജപ്പാനാണ്. എന്തുകൊണ്ടെന്നാൽ ഖുർആന്റെ പേജ് വലിച്ചു കീറിയത് കൊണ്ട് എന്നും ആ നാട്ടിലതാ കിലുകിലാന്ന് വിറക്കലാ. കിട്ടുകഥയൊന്നുമില്ലട്ടോ, ഇത് ഉള്ളതാണ്. ദ ജിലൻ പോസ്റ്റൺ എന്ന് പറയുന്ന ഡെൻമാർക്കിലെ പത്രമാണ്. നബിതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരു കാലത്ത് കേട്ടവരാണ്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ലോക ജനതയോട് ഡെൻമാർക്ക് പരസ്യമായി മാപ്പ് പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി. എന്നാൽ ഇവിടെ കേരളക്കരയിലെ മഹാനായ ബ്രിട്ടീഷുകാരുടെ ഹൃദയത്തിന്റെ പേടി സ്വപ്നമായ വെളിയങ്കോട് ഉമർ ഖാദിയുടെ മണ്ണിൽ അതാ കൊച്ചു കേരളത്തിൽ ഖുർആന്റെ പേജ് കൊണ്ട് വിവരമില്ലാത്ത ആര് ചെയ്തതാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തീ കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാക്കട്ടെ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചില്ല എങ്കിൽ ഉറപ്പായും നമ്മൾ അദാബ് പിടികൂടും. ബഹുമാനിക്കേണ്ട മാസമാണെന്ന് ഖുർആൻ പറഞ്ഞതാണ്.
4 മാസങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അതിലൊരു മാസം റജബാണ്. ഈ മാസത്തിലും നമ്മൾ ധാരാളം ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും തസ്ബീഹുകളും എല്ലാമായി മറ്റുള്ള മാസത്തിലെ പോലെയല്ല, ഇത്തിരി ഒരു കൂടുതലൊന്ന് ചെയ്ത് ഈ മാസത്തെയും പ്രായം ചെന്നവരെയും വീട്ടിലുള്ള മുതിർന്നവരെയും ബഹുമാനിക്കാൻ തയ്യാറാകണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. വതഹ്കീറു മാ ഹഖറഹുല്ലാഹ്, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കണേ. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബഹുമാനിക്കേണ്ട എന്തെല്ലാം വസ്തുക്കളുണ്ടോ നമ്മുടെ സമ്പത്ത് ഒന്നിനും തടസ്സമാൻ പാടില്ല. നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പദവിയോ ഒന്നും. വീട്ടിൽ ചെന്ന മക്കളോട് കരുണ കാണിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഭാര്യയോടുള്ള കടമകൾ വീട്ടണം. ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്, പക്ഷെ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. 8:30 തീരണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ ഇങ്ങനെ കേൾക്കുന്ന ഈ മുന്നറിയിപ്പ് ഞാൻ നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും ഇതൊരു മുന്നറിയിപ്പ്. ഇനി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ചിന്തിക്കണം നമ്മൾ. ഓരോ ഉപദേശങ്ങളും നിങ്ങൾക്ക് മുന്നറിയിപ്പുകളാണ്. മാറാത്തവർ മാറണം, ചിന്തിക്കാത്തവർ ചിന്തിക്കണം, പ്രവർത്തിക്കാത്തവർ പ്രവർത്തിക്കണം. അറിവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഉപകാരപ്രദമാകുമ്പോഴാണ് അതിന് അല്ലാഹു തആല മാറ്റുകൂട്ടുന്നത്. നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യും, ഈ ലോകത്തെ ഏറ്റവും അറിവുള്ള ആള് റസൂലുള്ളാഹിയാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവിൽ സമ്പന്നനാണ് അല്ലാഹുവിന്റെ റസൂല്. ആ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇൽമിൽ ഉപകാരപ്രദമായ അറിവ് അല്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ചെറിയൊരു അറിവ് ഇന്ന് നമ്മൾ വന്നിട്ട് ഇന്ന് നമ്മൾ കേട്ടത്, മുതിർന്നവരെ ബഹുമാനിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം, നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോ ഭാര്യയും കൂടി വിളിക്കണം, മക്കളോട് കരുണ കാണിക്കണം, പ്രായം ചെന്നവരെ ആദരിക്കണം, അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കണം. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോ ഇതൊരു അറിവാണ്. കേട്ടറിവ്, കണ്ടറിവ്, തൊട്ടറിവ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള 5 വിധത്തിലുള്ള അറിവുകളുണ്ട്. ഇത് കേട്ടറിവാണ്. ഇത് കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ആളുകൾ കുറവ്. എല്ലാവരും കേൾക്കണം, എല്ലാവരും അറിയണം. നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും പിന്നെ ചോദിക്കണത് മയ്യത്തെന്നാണ്. മയ്യത്ത് എപ്പോഴാ എടുക്കണേ, മയ്യത്ത് എപ്പോഴാ കുളിപ്പിക്കണേ? നമ്മുടെ ശരീരത്തിലെ ജീവൻ എന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ജീവൻ അത് അല്ലാഹു തആല ഇങ്ങനെ എടുക്കുക. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയും മരിച്ച മനുഷ്യനെയും കൂടി നിങ്ങൾ ഒന്ന് തുലനം ചെയ്തു നോക്കി. മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, അവന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തആല ആ ആത്മാവിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അവന് ഉണരുമ്പോ അതാണ് നമ്മൾ ദുആ ചെയ്യണം, അൽഹംദുലില്ലാഹില്ലദീ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. എന്റെ മരണത്തിന് ശേഷം എന്നിലേക്ക് തിരിച്ചു റൂഹ് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ആദ്യം പറയേണ്ടത് അതാണ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതന. എന്നെ മരിപ്പിച്ചതിന് ശേഷം എനിക്ക് ജീവൻ തന്നു. അല്ലെ, ഒരു മരിച്ചു കിടക്കുന്ന ആള്, ഒരു ഉറങ്ങി കിടക്കുന്ന ആള് കാണുമ്പോ നമുക്ക് മരിച്ചു കിടക്കണതിനെ പോലെ ഒരു സാമ്യം തോന്നും. ആ ജീവൻ ഇങ്ങനെ ഹൃദയമിടിപ്പല്ലാത്ത ബാക്കിയെല്ലാം ഉറക്കത്തിലേക്ക് പോയാൽ നമുക്ക് ഒന്നും അറിയില്ല. ദുനിയാവിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും മാറിയാണ് നമ്മളിങ്ങനെ ഉറങ്ങണത്. അല്ലെ, അപ്പൊ ഇത് അല്ലാഹു തആല മനുഷ്യന് നൽകിയ ഒരു ഔദാര്യമാണ് നമ്മുടെ ജീവൻ. അതിന് നന്ദി കാണിക്കണം നമ്മൾ. ദിക്റിലൂടെയോ സ്വലാത്തിലൂടെയോ ഇസ്തിഗ്ഫാറിലൂടെയോ എങ്ങനെയെങ്കിലും നന്ദിയുള്ള ഹൃദയങ്ങളെ അല്ലാഹു തആല ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള നന്ദിയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ഭക്ഷണം നൽകുന്നത് 7 സഹോദരിമാർ ചേർന്നാണ്. മാഷാ അല്ലാഹ്, ആദ്യമായിട്ടാണ് സഹോദരിമാർ ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുക്കുന്നത്.
അപ്പൊ അവർക്ക് നന്മ ചെയ്യാനുള്ള ബക്കറ്റ് പിരിവ് അങ്ങോട്ടില്ലേ, ബക്കറ്റായിട്ട് അങ്ങോട്ട് പോക്കണ്ടോ? അവർക്ക് കൊടുക്കണം. അവരും ഈ നന്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റജബൊക്കെ ആയല്ലോ, മിക്കവാറും ഈ വർഷത്തെ നോമ്പ് തുറയൊക്കെ അവർ ഏറ്റെടുക്കും. പൈസയൊക്കെ കൊടുത്തിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നന്മയുള്ള ഒരു സദഖയായി ആ സഹോദരിമാരുടെ സദഖയെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഭക്ഷണം നൽകുന്ന ആ 7 സഹോദരിമാർക്കും അള്ളാഹു അവരുടെ മുഴുവൻ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാ. അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാ. അള്ളാഹു അവരുടെ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അവരുടെ മക്കളെ നീ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാ. അവരുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്തും കൊടുക്കണം അല്ലാ. ജീവിച്ചിരിക്കുന്നവരെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റബ്ബേ. മരണപ്പെട്ടു പോയവരെങ്കിൽ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണം റഹ്മാനെ. അവർ ചെയ്ത സദഖ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കണം റഹ്മാനെ. സുഖപ്രസവം നടക്കാനും ബുദ്ധിമുട്ടുകൾ മാറാനും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ അവർക്ക് നീ സുഖപ്രസവം കൊടുക്കണം അല്ലാ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലാഹുവേ ആ പൊന്നുമോളുടെ പ്രസവം നീ എളുപ്പമാക്കണം അല്ലാ. അല്ലാഹുവേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പൊന്നുമോന് കൺകുളിർമയേകുന്ന സന്താനത്തിന് ജന്മം കൊടുക്കാൻ ആ പൊന്നുമോൾക്ക് നീ തൗഫീഖ് ചെയ്യണം റബ്ബേ. അല്ലാഹുവേ മദ്രസയിൽ പഠിക്കുന്ന 9 വയസ്സുള്ള മകളുടെ തലമുടി 1-2 സ്ഥലങ്ങളിൽ നിന്നും വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്നു. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി മതി പോലെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ദുആ ചെയ്യണേ ഉസ്താദ്. നല്ല മുടികൾ വളരാനും വരാനും വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദ്. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുഞ്ഞുമോളുടെ തലമുടിയെല്ലാം നീ തിരികെ കൊടുക്കണേ അല്ലാ. കാരുണ്യവാനായ റഹ്മാനെ, നിസ്സാരമായ പനി പോലും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരു മുള്ളു പോലും കൊള്ളാൻ ഞങ്ങൾക്ക് കഴിവില്ല റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ് റബ്ബേ. ആ പൊന്നുമോൾക്ക് നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ, ആരോഗ്യം കൊടുക്കണം അല്ലാ, പൂർണ്ണമായ മുടി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ആ മാതാപിതാക്കളെ സങ്കടത്തിലാക്കല്ല റബ്ബേ. കൈവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ശിഫ നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റഹ്മാനെ, ഇരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാ. കൈവേദന മാറ്റി തരണേ അല്ലാ. നടുവേദന മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ കാൽവേദനകൾ മാറ്റണേ അല്ലാ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 70,000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ഉസ്താദ്. അല്ലാഹുവേ 70,000 ദിക്ർ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ച ആൾക്ക് വേണ്ടി ചൊല്ലിയാൽ ചൊല്ലിയ ആൾ സ്വർഗത്തിലാണ്. ആർക്കു വേണ്ടിയാണോ ചൊല്ലപ്പെട്ടത് അയാളും സ്വർഗത്തിലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ കൂലി നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതകാലത്ത് എനിക്ക് വേണ്ടി ഞാൻ ജീവിതകാലത്ത് തന്നെ 70,000 ദിക്ർ ചൊല്ലി വക്കൽ അത് സുന്നത്താണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഖബറിലേക്ക് ആ ചൊല്ലിയ 70,000 ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഇരുൾ മുറ്റിയതാണെങ്കിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും ജോലിയിൽ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഈ ദീനിന്റെ സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്, സലാത്തിന്റെ സദസ്സാണ്, ഇസ്തിഗ്ഫാറിന്റെ സദസ്സാണ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കാരുണ്യവാനായ അല്ലാഹ് ആ സഹോദരിയുടെ ഭർത്താവിന്റെ ജോലി നീ എളുപ്പമാക്കണേ അല്ലാ. നീ ഖൈറാക്കണേ അല്ലാ. നീ ബറക്കത്തിലാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പെടുത്തല്ലേ റഹ്മാനെ. വിദേശ ലോകത്ത് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഈ നാട്ടിലാരെല്ലാം വിദേശ രാജ്യങ്ങളിലുണ്ടോ അവിടെ എല്ലാം ജോലികളിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഖൈറായ നിലയിൽ സമ്പാദിക്കാൻ ഉതകുന്ന ജോലിയാക്കണേ
ആക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയവർ ആരെല്ലാമാണ് എന്ന് നിനക്കറിയാമല്ലോ റബ്ബേ, പൊറുക്കണേ അല്ലാഹ്. ദുനിയാവിൽ അവർ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളിലായി ജീവിച്ച് കടത്തിലായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇരു ലോകത്തും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണമല്ലോ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഉപ്പാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിൽ കിട്ടാത്ത എല്ലാ സുഖങ്ങളും അവരുടെ ബർസഖി ലോകത്ത് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മാടെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. എന്തെന്ത് രോഗങ്ങളുണ്ടെങ്കിലും അതെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസത്തിൽ നിന്നും അവനെയും ഞങ്ങളെയും നീ സലാമത്താക്കണേ അല്ലാഹ്. ദർസിൽ പഠിക്കുന്ന പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു റഹ്മാനെ. ഉഖ്റവിയായ പണ്ഡിതനാക്കണേ അല്ലാഹ്. ഉഖ്റവിയായ മുതഅല്ലിമാക്കണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ നിന്നും ഇൽമു പഠിക്കാനും ഉപരിപഠനത്തിനും പോയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിന്റെ നായകന്മാരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ പഠിക്കാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുറാദുകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് റഹ്മാനെ. ഹജ്ജിന് അപേക്ഷ കൊടുത്തവരുണ്ട്, ഉംറയ്ക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്. കഴിഞ്ഞ മാസം ഈ സദസ്സിൽ വന്നത് ഭാര്യയെ മാത്രം ഉംറയ്ക്ക് വിടാൻ ആഗ്രഹമുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ സഹോദരൻ ഇന്ന് വന്നിട്ട് പറയുന്നു, കഴിഞ്ഞയാഴ്ച പറഞ്ഞു എനിക്കും പോകാൻ ആഗ്രഹമുണ്ട് ഉസ്താദ്, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഇന്ന് പറയുന്നു അൽഹംദുലില്ലാഹ്, ഈ മാസം ജനുവരി 19-ന് ഞാനും എന്റെ കുടുംബവും കൂടി ഉംറയ്ക്ക് പോകുന്നു ഉസ്താദ്. അല്ലാഹു അത് സ്വീകരിച്ചില്ലേ? അല്ലാഹുവേ, അവരുടെ നിയ്യത്ത് നീ കബൂലാക്കണം അല്ലാഹ്. ഉംറയ്ക്ക് പോവാനുള്ള മഹാസൗഭാഗ്യം അവർക്കും ഞങ്ങൾ നീ നൽകണേ അല്ലാഹ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ സമ്പത്ത് നീ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി വലിച്ചെറിയേണ്ട അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മകന്റെ രോഗങ്ങൾ മുറാദുകൾ ഹാസിലാക്കാൻ അല്ലാഹുവേ, മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ പാഴാക്കല്ലേ റഹ്മാനെ. എന്തെല്ലാം മുറാദുകളാണോ ഉള്ളിലുള്ളത് അതെല്ലാം നീ സഫലീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ എന്തെല്ലാം നിന്നോട് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ അതെല്ലാം നീ ഞങ്ങൾക്ക് റാഹത്തിലാക്കണം അല്ലാഹ്. അതെല്ലാം നീ ഞങ്ങൾക്ക് സന്തോഷത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഉപ്പാടെ ജോലിയിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ബറക്കത്തിലാക്കണം അല്ലാഹ്. നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കിട്ടിയ ജോലി സ്ഥിരമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. പടച്ചവനെ, നീ സ്ഥിരമാക്കണേ അല്ലാഹ്. നീ ദായിമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ദാരിദ്ര്യത്തിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അന്നം മുട്ടുന്ന ഒരു ബുദ്ധിമുട്ടിലും നീ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണം അല്ലാഹ്. നീ ഞങ്ങളെ ഇല്ലത്തിലാക്കല്ലേ അല്ലാഹ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ജീവഹാനി, മാനഹാനി, സാമ്പത്തിക നഷ്ടം, അഭിമാനക്ഷതം എല്ലാം നീ തട്ടി നീക്കണം അല്ലാഹ്. മനസ്സിലുള്ള നല്ല മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരാണ് റബ്ബേ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന പലരും, പ്രത്യേകിച്ച് കമ്മിറ്റിയിലുള്ള 1-2 സഹോദരങ്ങൾ സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നു. ശിവ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നിസ്സാരമായ പനി പോലും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഇരിക്കുന്ന പലരും പല വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാണ്, ഉദര സംബന്ധമായ രോഗമുള്ളവരാണ്, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, കാൽവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, ഉസ്താദന്മാര് പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ നാടിനെ നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ മുന്നിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സിമന്റ് തന്നവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സിമന്റ് തന്നു, അതുപോലെ മെറ്റല് തന്നു, മണല് തന്നു, അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെതിരിൽ വരുന്ന ബലാ മുസീബത്തുകളെ തട്ടി നീക്കണേ അല്ലാഹ്. ഉസ്താദന്മാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അത് ജാരിയായ സ്വതക്കയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പള്ളിയിൽ ബക്കറ്റ് വന്നപ്പോൾ അതിനകത്ത് തുട്ടുകളിട്ടവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാരുണ്യവാനായ റബ്ബേ, നിന്റെ കരുണയുടെ ചിറക് ഞങ്ങൾക്ക് വിരിച്ചു നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.